ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അത്യാവശ്യമായൊരു കൃപ, വളരെ അത്യാവശ്യമായൊരു ഗുണത്തെക്കുറിച്ച് എന്ന് പറയുക. ആ ഗുണത്തിൻ്റെ പേര്, ആ കൃപയുടെ പേര് സംതൃപ്തി എന്നാണ്. കണ്ടൻമെൻറ്റ്. സംതൃപ്തി എന്ന് വെച്ചാൽ ഇച്ചിരി തൃപ്തിയല്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയെ, എനിക്കൊരു കണ്ടൻമെൻറ്റ് തരണമേ, സംതൃപ്തി തരണമേ. എന്താണ് സംതൃപ്തി? ഉള്ളത് കൊണ്ട് ആശ്വസിക്കാം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സൈഡല്ല, ഉള്ളതിൽ ആനന്ദിക്കാനുള്ള ഒരു പോസിറ്റീവ് സൈഡാണ്. പറയുന്നത് ക്ലിയർ ആണല്ലോ. സംതൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടൻമെൻറ്റ് എന്നൊരു ഒരു ഒരു ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ? ഈശോയെ, എനിക്ക് ഇത്രയും മതി, എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു നെഗറ്റിവിറ്റി അല്ല. ഈശോയെ, എനിക്ക് ഇത്രയും ഉണ്ടല്ലോ, ഈ ഉള്ളതിനെ ഓർത്ത് ഞാൻ അങ്ങിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു കണ്ടൻമെൻറ്റ്, ഈ സംതൃപ്തി ഇല്ല. ഇപ്പം എനിക്ക് ഒരു 1,00,000 രൂപ കിട്ടി, ഞാൻ പണിയെടുത്തു, അധ്വാനിച്ചു, കിട്ടി. അതിൽ ആനന്ദിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ ജോലി ചെയ്തു, എനിക്ക് ഇത്രയും സാലറി കിട്ടി, ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി, ഞാൻ പണിയെടുത്തു, ഇങ്ങനെ ഒരു വീട് പണി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. അതിൽ ആനന്ദിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു അബദ്ധം, ഒരു പ്രലോഭനം ഇതാണ്: 1,00,000 രൂപ കിട്ടിയല്ലോ, 2,00,000 ഉണ്ടാക്കുന്നതിനോ 10,00,000 ഉണ്ടാക്കുന്നതിനോ തെറ്റില്ല. കർത്താവ് തന്ന സമയവും ആരോഗ്യവും ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് 1,00,000 10,00,000 ആക്കുക. ഈ കുഞ്ഞു വീട് നിങ്ങൾ വലിയ വീട് പണിയുക, കുഞ്ഞു കാർ മാറ്റി വലിയ കാർ മേടിക്കുക, എല്ലാം നല്ലതാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഒരു 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 ഇൻസ്പയറിംഗ് ഫോഴ്സ് എന്താണ്? ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ചിലപ്പോൾ ഞാനോ നിങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഒരു ഒരു നല്ല കാറ്, ഒരു 10,00,000 രൂപയുടെ നല്ല കാറുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആള് ഒരു 25,00,000 രൂപയുടെ കാർ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതിന് സ്വപ്നം കാണാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ശരിക്കും നിങ്ങൾക്ക് 10,00,000 രൂപയുടെ ഈ ഒരു കാറേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഈ 10,00,000 രൂപയുടെ കാറിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ഈശോയുടെ അനുഗ്രഹത്തിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആ 10,00,000 രൂപയുടെ കാറിലേക്ക് നോക്കാതെ അപ്പുറത്തെ വീട്ടിലെ 25,00,000 രൂപയുടെ കാറിലേക്ക് നോക്കും. അത് അയാൾക്ക് ആവശ്യമായിരിക്കാം, അയാളത് മേടിച്ചു, അയാൾ അധ്വാനിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു, അയാളത് മേടിച്ചു. നിനക്ക് ശരിക്കും 10ൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ സംതൃപ്തി ഇല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയോ? അവൻ 25ൻ്റെ മേടിച്ചു, അവൾ 25ൻ്റെ മേടിച്ചു, അങ്ങനെയെങ്കിൽ എനിക്ക് 30ൻ്റെ വേണം എന്ന് പറഞ്ഞ് അനാവശ്യമായ ഒരു നെഗറ്റീവ് വാശിയോടുകൂടി നമുക്ക് കിട്ടിയതിൽ ആനന്ദിക്കാതെ മറ്റുള്ളതിലേക്ക് ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കും. നന്നായിട്ടിത് മനസ്സിലാക്കണേ. സ്വപ്നങ്ങൾ കാണലെന്നോ വലിയ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകരുതെന്നോ അല്ല, തീർച്ചയായിട്ടും പോകണം, അധ്വാനിക്കണം. കർത്താവ് തന്ന എല്ലാം ഉപയോഗിച്ച് പിന്നെ യു സ്റ്റാർട്ട് ഫ്രം നത്തിങ്, സ്റ്റോപ്പ് ഫോർ നത്തിങ്. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങുക, ഒന്നിലും നിർത്തരുത്. കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഏറ്റവും മനോഹരമാക്കുക. ഈശോ തന്നെയല്ലേ ഉപമ പറഞ്ഞേ, 1 കൊടുത്തവൻ 5 കൊടുത്തവൻ 10 കൊടുത്തവൻ, 10 കൊടുത്തവൻ 10 ആക്കി കർത്താവ് പറഞ്ഞു ബാക്കി നടത്തിക്കോളാൻ പറഞ്ഞു. 5 കൊടുത്തവനും അങ്ങനെ തന്നെ. ഒന്നുള്ളവൻ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുഴി കുത്തിയിട്ടു, അവനെ കർത്താവ് പിടിച്ച് കുഴിക്കകത്തോട്ട് ഇട്ടു. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് ജീവിക്കാനാണ്, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രശ്നം പറ്റുന്നത്, 10ൽ ആനന്ദിക്കാൻ പറ്റാത്ത ആൾ 25നെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ആ 25ൽ എത്താൻ വേണ്ടി 10നെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞ് ആവശ്യമില്ലാത്ത, ചിലപ്പോൾ ഈഗോ, ആവശ്യമില്ലാത്ത ചില അനാവശ്യമായ ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് സംതൃപ്തി ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ കടം വാങ്ങി കൂട്ടും. ആ കടം മാറാൻ വേണ്ടി ഒരു ലോൺ എടുക്കും, ആ ലോൺ മാറാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കും. അങ്ങനെ സംതൃപ്തി പോലും ഇല്ലാതെ നമ്മൾ വിഷമിക്കും. നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സംതൃപ്തിയോടെ കർത്താവ് തന്നതിൽ ആനന്ദിച്ച് അതിനെ അനുഗ്രഹമാക്കി മാറ്റുക. സുഭാഷിതങ്ങൾ 15:15 വചനം മറന്നുപോലും, എളുപ്പമാണ് ഓർത്തിരിക്കാൻ. സുഭാഷിതം 15:15 വചനം ഇങ്ങനെ വായിക്കുക: സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. സന്തുഷ്ടമായ സംതൃപ്തിയുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും വിരുന്ന് ആസ്വദിക്കാം. കുഴിമന്തി കിട്ടിയാലും നിങ്ങൾ സന്തോഷിക്കും, ചമ്മന്തി കിട്ടിയാലും നിങ്ങൾ സന്തോഷിക്കും. എന്താണ് ഐറ്റം എന്ന് നോക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ എന്തും എന്നെ ആനന്ദിപ്പിക്കും. ആ സംതൃപ്തി ആരാ തരുന്നത്? ആരിൽ നിന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഈശോയിൽ നിന്ന് ചോദിക്കുക. ഈശോ, എനിക്കിപ്പോൾ ഉള്ളതിൽ ആനന്ദിക്കാൻ, അതിൽ നിന്ന് അധ്വാനിക്കാൻ ഒരു കൃപ തരണേ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കി അസംതൃപ്തിയോടെ പല്ല് കടിച്ച് വിഷമിച്ച് മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ച് എൻ്റെ ജീവിതം വെറുതെ കുഴപ്പിക്കാൻ വേണ്ടി അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. പൗലോസ് നമ്മളോട് പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13 എല്ലാം ചെയ്യാൻ കർത്താവ് സഹായിക്കും. പക്ഷെ പൗലോസ് പറയുന്ന ഒരു കാര്യം തൊട്ടു പുറകിൽ കിടപ്പുണ്ട്. ഫിലിപ്പി 4:11 ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഗിഫ്റ്റാണ്. എല്ലാവർക്കും ഇല്ല. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ സംതൃപ്തി ഇല്ലായ്മ ഉണ്ടാകും. പൗലോസ് പറയാണ്, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ എനിക്കറിയാം. ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എങ്ങനെ കഴിയാനും എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. അപ്പോൾ ഈ സംതൃപ്തിയോടെ ജീവിക്കാനും സഹായിക്കും കർത്താവ്. ആ സംതൃപ്തി ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂപ്പർ. കണ്ടൻമെൻറ്റ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം.
അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ഉള്ളിൽ ഈശോ തന്ന എല്ലാ കാര്യങ്ങളും ഓർത്ത് ആനന്ദിക്കാൻ ഒരു കൃപ ലഭിക്കട്ടെ. ആ ആനന്ദത്തിൽ കൂടുതൽ അധ്വാനിക്കാനുള്ള ഒരു അഭിഷേകവും നമുക്ക് കിട്ടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.